അല്ല, അദ്ദേഹം വന്ന എന്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ സൂപ്രണ്ടിനെ വിളിച്ചു, സുനിലിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചത് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഒരുപക്ഷെ വിചാരിച്ചു കാണും, അത് പരിഹരിച്ചു കാണും എന്ന് വിചാരിച്ചു കാണും. അവർക്ക് ഒരുപാട് ആശുപത്രികൾ നോക്കണമല്ലോ. കാരണം ഞാൻ എൻ്റെ കയ്യിൽ എല്ലാത്തിൻ്റെ റെക്കോർഡുകളുണ്ട്. എനിക്ക് അതെല്ലാം പറയാനും പറ്റും. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല. ഞാൻ പെട്ടെന്ന് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയില്ല. ഇനി ഒരു രേഖയുടെ അടിസ്ഥാനം ഇല്ലാതെ കൃത്യം എത്ര എമൗണ്ട് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എത്ര ഉപകരണങ്ങൾ വാങ്ങിയിരുന്നു. ഉപകരണങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. ഇപ്പൊ ഒരു കാറ് വാങ്ങി എന്ന് പറഞ്ഞാൽ കാർ വാങ്ങിച്ചിട്ട് ടയർ മാറ്റണം, അതിന്റെ റിപ്പയറിംഗ് ചെയ്യണം, അതിനകത്ത് ആവശ്യമുള്ള പെട്രോൾ അടിക്കണം, അങ്ങനെ ഒരുപാട് സാധനങ്ങളില്ല. ഇല്ലെങ്കിൽ കാർ ഓടും എന്ന് പറഞ്ഞതുപോലെയാണ്. ഉപകരണങ്ങൾ വാങ്ങും, ഉപകരണങ്ങളുടെ ആക്സസറീസ് ആണ് ക്ഷാമം. ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ ഉപകരണങ്ങൾ ഇല്ലെങ്കിൽ, മൊത്തം ഉപകരണം ഇല്ലെങ്കിൽ നമുക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു ഉപകരണം വെച്ചിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള പ്രയോജനം? അത് കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്താണ്. ഇതിനകത്ത് ഇത് കുറച്ച് കേസുകൾ ചെയ്തു കഴിയുമ്പോൾ ഇതിന്റെ പ്രോവ് പൊട്ടും. ആ പൊട്ടുന്ന സമയത്ത് പ്രോവ് മാറ്റണം. അത് നമ്മൾ നേരത്തെ ഇത് വളരെ മുൻകൂട്ടി ഇവർക്ക് HDS നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്, ഇത് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് വാങ്ങിച്ച് ഏപ്രിലല്ല, മാർച്ച് 3-ാം മാസം. ഇത് മാത്രമല്ല, ഇതിനെപ്പറ്റി ഇവരെ കത്ത് കൊടുക്കുക മാത്രമല്ല, ഇതിനെപ്പറ്റി സ്ഥിരമായിട്ട് ഇവരെ അറിയിക്കുകയും ഇവരെ ഓരോ ദിവസവും ഇവരുടെ ബന്ധപ്പെട്ട ഓഫീസുകളിലേക്ക് ആളിനെ വിട്ടു പറയിക്കുകയും ഇത് പ്രോബ് തീരാറായി, പ്രോബ് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ പേഷ്യന്റ് ശസ്ത്രക്രിയ മുടങ്ങും എന്നൊക്കെ വളരെ മുൻകൂട്ടി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രശ്നം ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുമുണ്ട് ഇതുപോലെ തന്നെ. ഒരുപാട് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ വെയിറ്റിംഗ് ലിസ്റ്റ് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ലാസ്റ്റ് വരെ പേഷ്യൻസ് വെയിറ്റിംഗ് ഉണ്ട്. ഓഗസ്റ്റ് ലാസ്റ്റ് വരെ വെയിറ്റിംഗ് ഉണ്ട്. അല്ല, ഈ ഉപകരണം മാത്രമല്ല, പേഷ്യൻസിന്റെ വരവും നമുക്ക് ചെയ്യുന്ന ഓപ്പറേഷന്റെ തോതും തമ്മിലുള്ള ഒരു ബന്ധം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എപ്പോഴും പേഷ്യൻസിന്റെ അളവിനനുസരിച്ചിട്ടുള്ള ഓപ്പറേഷൻ നമ്പർ നമുക്ക് തികയുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ യൂണിറ്റിലും ഇതുപോലെ ഓപ്പറേഷന് രോഗികൾ വെയിറ്റിംഗ് ഉണ്ട്. ഇതിപ്പോ മുടങ്ങാത്തതിന്റെ ഒരു രഹസ്യം അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇത് പല ഉപകരണങ്ങളും പേഷ്യൻസ് തന്നെ വാങ്ങിച്ചു തരികയാണ്. ഇപ്പോൾ രോഗികൾ തന്നെ വാങ്ങിച്ചു തരികയാണ്. രോഗികൾ ഇപ്പൊ RIRS എന്ന് പറഞ്ഞൊരു ഒരു ഓപ്പറേഷൻ ഉണ്ട്, RIRS. അത് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. നിങ്ങളെ യൂറോളജി വന്നിട്ടുള്ള ഏതെങ്കിലും രോഗികളോട് ചോദിച്ചാൽ പറയാം, നിങ്ങൾ എത്ര രൂപയാണ് ഇതിന് ഹോസ്പിറ്റലിൽ അടച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ എമൗണ്ട് പറഞ്ഞു തരും. ഞാൻ കള്ളം പറയുന്നതാണോന്ന് അറിയാൻ വേണ്ടി. അത് അവരുടെ കയ്യിൽ നിന്ന് പിരിച്ച് നമ്മൾ ഓരോ ഉപകരണം കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ട് ആ പൈസ അവർ ഷെയർ ചെയ്ത് കമ്പനിക്ക് അടയ്ക്കുകയാണ്. ഇങ്ങനെയാണ് RIRS അറിഞ്ഞാൽ ശസ്ത്രക്രിയ നടന്നു പോകുന്നത്. അത് സർക്കാരിനല്ല, ഞാൻ അധികാരികൾക്ക് ഞാൻ ഈ RIRS അറിഞ്ഞ ഉപകരണം ആവശ്യത്തിന് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം അറിയിച്ചിട്ടുള്ളതാണ്. എനിക്ക് മുമ്പിരുന്ന ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളതാണ്. അതിന്റെ കടലാസുകളൊക്കെ ഉണ്ട്. അതിനൊന്നും ഒരു പ്രാവശ്യം പോലും ഒരു സ്കോപ്പ് പോലും അവർ വാങ്ങിച്ചു തന്നിട്ടില്ല. ഇത് രോഗികൾ തന്നെയാണ് വാങ്ങിച്ചു തരുന്നത്, നമ്മൾ ശസ്ത്രക്രിയ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ മുടങ്ങാതെ പോകുന്നത്. അത് മാത്രമല്ല, ഈ ഉപകരണം മാത്രമല്ല, പല ഈ ആക്സസറീസും നമ്മൾ വാങ്ങിച്ചത് പേഷ്യൻസ് വാങ്ങിച്ചു തരികയാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ടും അല്ലാതെയും ഒക്കെ പലരെ കൊണ്ടും ഔദാര്യം, ഇപ്പം UST ഗ്ലോബൽ എന്ന് പറഞ്ഞ സംഘടന, അങ്ങനെ ഒക്കെ ഓരോ അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ അപേക്ഷിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്തും എരന്നും ഒക്കെയാണ് ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ഇത് പലപ്പോഴും ചെയ്ത് തീർക്കുന്നത്. അതുകൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങുന്നില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കാരണങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ്. അത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ. ഇത് ഇപ്പൊ ആരെയായിരിക്കും കവറപ്പ് ചെയ്യേണ്ടത്? അവർക്ക് ആരെയാണ് കവറപ്പ് ചെയ്യേണ്ടത് ആവശ്യം? ആന്റിസിപ്പേറ്ററി ആയിട്ടാണ് അയച്ചത്. ഇതെനിക്കറിയാം. ഇത് ഒരു പ്രോബ് ഒരു മാസത്തേക്ക് തികയുള്ളൂ. അപ്പൊ ഒരു 3 പ്രോബ് എന്റെ കയ്യിലുണ്ടെങ്കിൽ അത് 3 മാസം കൊണ്ട് തീരുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഓരോ പ്രോബ് തീരുമ്പോഴും പൊട്ടുമ്പോഴും നമ്മൾ ഈ കമ്പനിയല്ല ഇവരുടെ ഓഫീസിലേക്ക് നമ്മൾ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. ഇനി ഇത്രയേ ഉള്ളൂ,
ഇത്ര കഴിഞ്ഞാൽ ഓപ്പറേഷൻ മുടങ്ങും എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ എണ്ണം നമുക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അത് വാർഡിൽ നോക്കണം. അതിപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഞാൻ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളെ അവർക്ക് കൂടുതൽ വെയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം മുമ്പ് മാത്രമേ രോഗികളെ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് ഡയറിയിൽ ഡേറ്റ് കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഒരു സ്കൂളിലെ അധ്യാപകൻ പറഞ്ഞ കാര്യമുണ്ട്. സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങാനായിട്ട് പിരിവെടുത്ത് അധ്യാപകൻ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് തിരുവനന്തപുരം അധ്യാപകൻ പറഞ്ഞു. അതിന് സമാനമായിട്ടുള്ള കാര്യമാണ് അപേക്ഷിച്ച് നിരന്നും ഒരു വകുപ്പ് മേധാവി ഉപകരണങ്ങൾ വാങ്ങിച്ച് ചികിത്സിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് തന്നെ അത് മടുത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വിവാദപരമായിട്ട് പോസ്റ്റ് ഇട്ടത്. ഞാൻ അപേക്ഷിച്ച് എരന്നും മടുത്തു. നമ്മൾ ആൾക്കാരോട് എരന്നാണ് വാങ്ങുന്നത്. നമ്മൾ പേഷ്യൻസ് പൈസ അടയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി ഇപ്പൊ RIRSന്റെ സ്കോപ്പ് തന്നെ തരുന്നത് തിരുവനന്തപുരത്ത് ഏജൻസികളില്ല. കൊച്ചിയിലുള്ളൊരു ക്യാപ്സ്യൂൾ ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അപ്പൊ അയാളുടെ ഒരു വിശാല മനസ്സുകൊണ്ടായിരിക്കാം നേരത്തെ സ്കോപ്പ് അയച്ചു തരും. പിന്നെ അതിനുശേഷം പേഷ്യൻസ് അയാളുടെ GPayയിലേക്ക് ഈ നമ്പർ ഇത് അടയ്ക്കുകയോ അല്ലെങ്കിൽ അയാളുടെ ഏജന്റ് വന്ന് പൈസ വാങ്ങുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറെ 6 മാസമെങ്കിലുമായിട്ട് അത് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഭയമുണ്ട്. കാരണം ഏതോ ഒരാൾ വന്ന് പൈസ കളക്ട് ചെയ്യുന്നു, ഏതോ ഒരാളുടെ GPayയിൽ പൈസ അടയ്ക്കുന്നു. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ റിസ്ക്കുള്ള, എന്നെ മാത്രമല്ല എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാരെ സംബന്ധിച്ച് അത് വളരെ റിസ്ക്കുള്ള കാര്യമാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും എനിക്കെതിരെ ഒരു വിജിലൻസ് എൻക്വയറിയൊക്കെ വരാം. കാരണം ഈ ഓപ്പറേഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ RIRS ചെയ്തതിന് ശേഷമാണ് ഓപ്പറേഷന്റെ വെയിറ്റിംഗ് ലിസ്റ്റ് കുറഞ്ഞത്. അതിനു മുമ്പ് 6 മാസം വരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഓപ്പറേഷൻ കുറയാൻ ഈ RIRS ചെയ്തതിന് ശേഷം തുടങ്ങിയതിന് ശേഷമാണ് അത് കുറഞ്ഞു കിട്ടിയത്. അപ്പോൾ ഈ പേഷ്യൻസ് പേഷ്യന്റിനെ കൊണ്ട് പൈസ അടപ്പിച്ച് നമ്മൾ ഉപകരണങ്ങൾ വാങ്ങുന്നത് ശരിയാണോ? അത് തന്നെ അതൊരു ഇല്ലീഗൽ മാർഗമാണ്. ഇവര് പേഷ്യൻസ് ഡയറക്റ്റ് ആയിട്ട് പോയി ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഉപകരണം വാങ്ങുകയല്ല ചെയ്യുന്നത്. ഒരാൾ തന്നു എന്നുള്ള ഒരു ധാരണയിൽ അയാളുടെ പേരിൽ പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനതിൽ പ്രൊട്ടക്ഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബില്ല് ഞാൻ അവിടെ പബ്ലിക്കായിട്ട് വാർഡിലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. രോഗികൾക്ക് അതിന്റെ വൗച്ചർ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു രീതിയിലൊക്കെ കവറപ്പ് ചെയ്യുന്നത്. പക്ഷെ ഏത് സമയത്ത് വേണമെങ്കിലും എനിക്കെതിരെ ഒരു ശക്തമായിട്ടുള്ള ഒരു വിജിലൻസ് എൻക്വയറി വരാൻ, കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറൊരാളുടെ പേരിൽ ഞാൻ പൈസ അടപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു വലിയൊരു ആരോപണം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വകുപ്പിന്റെ അന്വേഷണം നടക്കാൻ പോവുകയാണ്. ഡോക്ടർക്കെതിരെ സ്വാഭാവികമായിട്ടുള്ള അന്വേഷണം നടക്കും. ഒരുപക്ഷെ നമ്മൾ നടപടിയിലേക്ക് പോകാം. ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് താങ്കൾ പോവുകയാണ്. ഒറ്റപ്പെടുമെന്നൊരു ഭയമുണ്ടോ? ഇല്ല, ഒറ്റപ്പെടുമെന്നൊന്നും ഒരു ഭയമൊന്നുമില്ല. അങ്ങനെ ഒറ്റപ്പെടേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഒറ്റപ്പെടുന്നെങ്കിൽ ഒറ്റപ്പെടുത്തട്ടെ. നമ്മളൊരു സത്യം പറഞ്ഞിട്ട് ഒറ്റപ്പെടുത്തുന്നെങ്കിൽ ഒറ്റപ്പെടുത്തും.